ആദ്യം ചവർക്കും പിന്നെ മധുരിക്കുന്നല്ലേ, അതുപോലെ ഇപ്പൊ പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പൊ നമുക്കറിയാം, നമ്മൾ എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് എക്സാമുകളൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങാണ് അല്ലെ. അതായത് 10+2 കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്കൊരു സുവർണ അവസരം തന്നെയാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അല്ലെ. അതില് നമുക്കറിയാം ഇപ്പൊ വന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബറിൽ എക്സാം നടക്കാൻ പോവാണ് അല്ലെ. അപ്പൊ എല്ലാവരും അതിനുള്ള പഠനവും തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതുപോലെ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ കമ്പനി ബോർഡ് LGS, പിന്നെ ബേവ്കോ LD, ഇതൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ 10ാം ക്ലാസ് +2 കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരം തന്നെയാണ്. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം, ജോലിയും നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ എങ്ങനെയാണ് PSC തുടക്കക്കാർ എന്ന നിലയിൽ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്കിൽ കൂടി ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും എളുപ്പത്തില് മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതും നമ്മളെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന 3 വിഷയമാണ്. ഒന്ന് മലയാളം, മറ്റൊന്ന് ഇംഗ്ലീഷ്, പിന്നെ ഒന്ന് മാത്സ്. ഈ 3 വിഷയങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടെയും ഗൗരവത്തോടും കാണുകയും പഠിക്കുകയും ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതില് മലയാളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മലയാളത്തിൽ എങ്ങനെ നമുക്ക് 10ൽ ഒരു 9 മാർക്കും വാങ്ങാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ പഠിക്കേണ്ട രീതിയും പഠിക്കേണ്ട സ്ട്രാറ്റജിയും ഒക്കെ എന്താന്ന് നോക്കാം. അതില് ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സിലബസും പാറ്റേണും മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. PSC പരീക്ഷയ്ക്ക് ഒരുപാട് കാലങ്ങളായി PSC ലക്ഷ്യം കൊണ്ട് നമ്മൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം. ആദ്യമായിട്ട് ഇനി PSC തന്നെ ശരണം എന്ന തരത്തിൽ PSC പഠിക്കാനിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പൊ എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കാലം പഠിക്കുന്നത് കൊണ്ടോ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം പഠനം മാത്രം നടത്തിയിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കല്ല വേണ്ടത്. മറിച്ച് പഠിക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം അല്ലെ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നതാണ് PSC പാറ്റേൺ മാറുന്നു, PSC പുതിയ തരത്തിലുള്ള ചോദ്യങ്ങൾ, PSC അടിമുടി മാറുന്നു. എന്ത് മാറ്റമാണ് PSCക്ക് വന്നിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കൂടുതൽ ക്ലാസ്സും വീഡിയോയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും പറയുവാണ്, നമ്മുടെ PSC പാറ്റേൺ മാറുന്നു, സിലബസിൽ മാറ്റം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് പഠിത്തം അല്ലെങ്കിൽ നമുക്ക് എന്ത് മാറ്റമാണ് അവിടെ വരുന്നത്, എങ്ങനെയാണ് ഇതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. നോക്കിയേ, സിലബസും പാറ്റേണും മനസ്സിലാക്കുക. ശരിയാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കാനിരിക്കുന്നത്, നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഈ മനസ്സിലാക്കിയ സാധനത്തില് എക്സാം പേപ്പറുകൾ, അതായത് മുൻ വർഷത്തെ പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കുക. ഈ ചോദ്യങ്ങൾ നോക്കി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ ചോദ്യത്തിന്റെ ലെവലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ചോദ്യ പേപ്പറിൽ മാറ്റം വരുന്നത് എന്നുള്ളത് തെളിവ് സഹിതം ഞാൻ ഇതിന് മുന്നേ ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പഴയ ചോദ്യ പേപ്പറും പുതിയ രീതിയിലുള്ള ചോദ്യ പേപ്പറും തമ്മിലുള്ള വ്യത്യാസം, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഈ സിലബസും പാറ്റേണും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, മുൻ വർഷത്തെ ചോദ്യ പേപ്പർ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ആദ്യകാലത്ത് നമ്മളോട് PSC ചോദിക്കുന്നത് എന്താ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പുതിയ മാറ്റത്തിനനുസരിച്ച് എന്ത് വന്നു, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദങ്ങൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ 1, 2, 3, 2, 4, 3 ഇങ്ങനെ കൂടി വരുന്നു എന്ന് മാത്രം. ഒറ്റയ്ക്ക് നിന്നിനെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റിയെടുത്ത് അതിനെ പ്രസ്താവന തലത്തിലേക്ക്
ഉയർത്തുകയാണ് PSC എന്ത് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ വിഷയത്തിലും സംഭവിക്കുന്നത്. മലയാളത്തിലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആവർത്തിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും PSC പരീക്ഷയ്ക്ക് ചില മേഖലകളോട് എപ്പോഴും എന്തുണ്ട്, ഒരു താല്പര്യമുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് എപ്പോഴും PSC ചോദിക്കുന്ന വാക്കാണ് കവയിത്രി, അടിമത്തം, ഇങ്ങനെയുള്ള പദങ്ങൾ, യാദൃച്ഛികം. ഇതൊക്കെ ഇതിപ്പോ നിന്നോ? ഇല്ല. ഇപ്പോഴത്തെ ചോദ്യ പേപ്പറിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചോദ്യം ആവർത്തിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് സന്ധി, സമാസം, ഒറ്റപദം, വിപരീതം, ഇതുപോലുള്ള ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. ഈ സന്ധി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താ, നമ്മുടെ പിരിച്ചെഴുത്ത് അല്ലെ. പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് എന്ന് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിനെ തന്നെയാണ് നമ്മൾ സന്ധിയായിട്ട് പഠിക്കുന്നത്. സമാസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ വിഗ്രഹിച്ചെഴുത്തും ഘടകപദങ്ങളും, വിഗ്രഹിച്ചെഴുതുക അതുപോലെ ഘടകപദം, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഒറ്റപദം, വിപരീതം, ഇതൊക്കെ നമ്മുടെ എക്സാം പേപ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒറ്റപദവും വിപരീതവും പര്യായങ്ങളും പഠിക്കേണ്ടത് എന്ന ധാരണ കിട്ടും. ഇപ്പൊ നമ്മൾ ഒറ്റപദത്തിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഒറ്റപദത്തിൽ പണ്ടൊക്കെ PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ, ബന്ധങ്ങളായിരുന്നു അല്ലെ. ഇപ്പൊ അച്ഛന്റെ അച്ഛൻ, മകളുടെ ഭർത്താവ്, മകന്റെ ഭാര്യ, ഇങ്ങനെയുള്ള എപ്പോഴും ചോദിക്കുന്നത് ബന്ധുത്വം നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. പിന്നീട് അതൊന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ, അറിയുന്നതിനോടുള്ള താല്പര്യം, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, PYQ നോക്കുമ്പോഴാണ്. അതുപോലെ വിപരീതം, ഒറ്റപദം, പര്യായങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ മലയാളം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് വ്യാകരണവും പഠിക്കാനുണ്ട്, നമുക്ക് പദസമ്പത്തും പഠിക്കാനുണ്ട്. മലയാളത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. വ്യാകരണവും നമുക്ക് പഠിക്കണം, പദസമ്പത്തും പഠിക്കണം. വ്യാകരണം എന്ന് സിലബസിൽ എടുത്തെഴുതിയിട്ടില്ല, പക്ഷെ ഓരോന്ന് പഠിക്കുമ്പോഴും അതിനകത്ത് എന്തുണ്ട്, വ്യാകരണം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ വ്യാകരണം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് വർണ്ണ വിഭാഗം. വർണ്ണം ഞങ്ങൾക്ക് പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ, കഴിഞ്ഞ PSC പരീക്ഷകൾക്ക് ഷ, ഷ, സ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ അക്ഷരമാലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്ഷരമാല. അപ്പൊ നമ്മൾ ഇത് പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏറ്റവും ബേസായ കാര്യമാണ്. അത് സിലബസിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും അത് പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കുന്നുണ്ട് അല്ലെ. ഈ പിരിച്ചെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കും. ഈ സന്ധി പഠിക്കുന്നത് എങ്ങനെയാ, വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുള്ള വർണ്ണമാറ്റമാണ് സന്ധി. അപ്പൊ ഇവിടെ വർണ്ണം എന്താണ്, വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് എന്ത് സംഭവിക്കുന്നു, അങ്ങനെ കിട്ടുന്ന പദത്തെ എത്രയായി തിരിക്കുന്നു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഭാഗങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇനി ചേർത്തെഴുത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സിലബസിൽ, അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതുക, ഘടകപദമാക്കുക, ആ ടോപ്പിക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ സമാസം എന്നതാണ്. ചേർത്തെഴുതുക, വിഗ്രഹിക്കുക, ഘടകപദം സമാസമാണ്. ഈ സമാസം പഠിക്കണമെങ്കിൽ നമ്മൾ ആരെ പഠിക്കണം, ഈ കാണുന്ന വിഭക്തിയെ പഠിക്കണം. എന്തുകൊണ്ടാ, വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം സമാസം. വിഭക്തി പ്രത്യയങ്ങൾ ഒഴിവാക്കി രണ്ട് പദത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സമാസം. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഇത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് വാക്യശുദ്ധി. ഒരു വാക്യത്തിനകത്ത് എന്തൊക്കെ തെറ്റുകൾ കടന്നു വരും എന്നുള്ള ധാരണയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രയോഗം, ഒരു ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കാൻ അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന മറ്റൊരു ക്രിയയാണ് പ്രയോഗം. ഇതും നമുക്ക് എന്തുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സംഭവം ചുരുക്കി പറഞ്ഞാല് സിലബസിലുള്ള സാധനമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ PSC പരീക്ഷകൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി കൂടുതൽ ചോദ്യം, 1-2 മാർക്കിന് ചോദ്യം വരുന്ന ഏരിയ ആണ്
ഇതാണ് പദസമ്പത്തിനടുത്തുള്ള പര്യായം എന്ന് പറയുന്ന ടോപ്പിക്. പര്യായം പഠിക്കാൻ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും അതിൽ കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് അഗ്നി, ജലം, ആകാശം, സൂര്യൻ, താമര തുടങ്ങിയിട്ടുള്ള പദങ്ങളും അതിന്റെ പര്യായ പദങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. കടലിനെ കുറിച്ച്, നദിയെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, സൂര്യനെ കുറിച്ച്. അപ്പൊ നമ്മുടെ പ്രകൃതിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വസ്തുക്കളുടെ പര്യായമാണ് കൂടുതൽ കാണുന്നത്. മനസ്സിലായോ? ഇനി വിപരീതം, ഒറ്റപദം, ശൈലികള്, പഴഞ്ചൊല്ല്, തർജ്ജമ. ഈ ശൈലികൾ, ഒറ്റപദത്തെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ശൈലികളാണ് അല്ലെ. ശൈലികള്, പഴഞ്ചൊല്ല് അത് നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പഴയ ജനങ്ങൾ അല്ലെ, പഴയ ആൾക്കാർ, അതായത് പൂർവികന്മാര് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അവരുടെ ആശയങ്ങളെ അവതരിപ്പിക്കുന്നത് ശൈലികളിലൂടെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാടാണ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്താ പറയുകയാണെങ്കിൽ അകത്തമ്മ ചമയുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അകത്തമ്മ ചമഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മേന്മ നടിക്കുക, എരുതിയിൽ എണ്ണ ഒഴിക്കുക. എന്തായിരിക്കും അർത്ഥം? കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുമ്പോ എന്താ വരുന്നത്? ദേഷ്യം വർദ്ധിക്കും അല്ലെ. ഇതുപോലെ നമ്മൾ ചിന്തിച്ചുത്തരം എഴുതേണ്ടതാണ് ശൈലികളും പഴഞ്ചൊല്ലുകളും വരുന്നത്. പിന്നെ നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇംഗ്ലീഷ് മലയാളം, മലയാളം ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കുന്നത്. എങ്കിലും അതിനെ എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ എടുക്കാം. അതിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതും അതിൽ ഓരോ വർഷവും പാറ്റേൺ എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പര്യായ പദങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പ്രകൃതിയിലേക്കാണ്. ഒറ്റ പദങ്ങളാണെങ്കിൽ കൂടുതലും അറിയാൻ ആഗ്രഹിക്കുന്നയാൾ, പറയാൻ ആഗ്രഹിക്കുന്നയാൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ഇങ്ങനെയുള്ള പദങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന വചനം എന്ന് പറയുന്ന ടോപ്പിക്ക്, പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും ഒക്കെ എങ്ങനെയാണ് സന്ധിയും സമാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് അവിടെ നമുക്ക് പഠിക്കാൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഉറവിടം അല്ലെ. എല്ലാവരും ചോദിക്കും PSC പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏത് പുസ്തകമാണ് വാങ്ങേണ്ടത്, ഏത് അക്കാദമിയിലാണ് സമീപിക്കേണ്ടത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ഗൈഡിനേക്കാളും ആവശ്യം എന്താണ്? SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതും 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം, വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. അത് മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, SCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. പിന്നെയോ പോയിന്റ് നോട്ട്, എല്ലാവർക്കും നോട്ട് ബുക്ക് ഉണ്ട് അല്ലെ. പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നോട്ട് വാങ്ങുക, അതിന് പേരെഴുതി വെക്കുക, നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതുക. ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കേണ്ടതല്ല നോട്ട്, മറിച്ച് നമുക്ക് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നതാകണം നോട്ട്. എങ്ങനെയാ നമ്മളപ്പോ നോട്ട് ചെയ്യുന്നത്? അറിയുന്ന കാര്യങ്ങൾ വീണ്ടും നോട്ട് എഴുതണോ? വേണ്ട. അറിയാത്ത കാര്യങ്ങൾ, ചില കോഡുകൾ, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന വാക്കുകൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് എപ്പോഴും തിരിച്ചു നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോയിന്റ് നോട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, SCERT ടെക്സ്റ്റ് ബുക്ക്, പിന്നെ കുറച്ച് പത്രവായന, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പത്രം വായിക്കണം, തൊഴിൽ വാർത്തകളും തൊഴിൽ വേദികളും നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ പോയിന്റ് നോട്ട് എഴുതാം. ഏറ്റവും അവസാനം ഈ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ നടത്തണം അല്ലെ. നമ്മൾ എല്ലാവരും പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. വർഷം മറക്കാം, വ്യാകരണം മറക്കാം, നിയമങ്ങളും ഇക്വേഷനുകളും എല്ലാം മറക്കാം. ഈ മറക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് റിവിഷൻ നടത്തുക. എങ്ങനെ റിവിഷൻ നടത്താം? ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രതിവിധി. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ എന്താ, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുവാണെങ്കിൽ അല്ലെ, ഇപ്പൊ പറയുന്ന ഒരു നെല്ലിക്കയൊക്കെ പറയുന്ന സമയത്ത് എന്താ, ആദ്യം ചവർക്കും പിന്നെ മധുരിക്കുന്നല്ലേ. അതുപോലെ ഇപ്പൊ പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ഒരു വിശ്വാസവും, നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ മുന്നിൽ എത്തണം, ഈ ജോലി നമുക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് ചവർപ്പും കയ്പൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു മധുരിക്കുന്ന ഒരു ജീവിതം തന്നെ നമുക്ക് കിട്ടില്ലേ. അപ്പോ നമ്മുടെ മുമ്പിൽ ഇനി എന്തില്ല, അധികം സമയമൊന്നുമില്ല. നോട്ടിഫിക്കേഷൻ
ഓരോന്നായിട്ട് വരുവാണ്. ആ പിള്ളേർ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണം, SCERT ടെക്സ്റ്റ് ബുക്ക് വേണം, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അല്ലെങ്കിൽ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പത്രവും വായിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിക്കൊണ്ട് നമ്മുടെ പഠനം എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി അതിനൊന്നും സമയമില്ല മിസ്സേ, ഇതെങ്ങനെയാ പഠിക്കേണ്ടത്, ഇനി ഒട്ടും ധാരണ ഞങ്ങൾക്കില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ടാവും, അതുപോലെ വീക്ക്ലി എക്സാമുകളും മോഡൽ എക്സാമും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തകർത്തങ്ങ് പഠിക്കാം, റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം, വരാൻ പോകുന്ന എക്സാമുകൾ നമുക്കുള്ളതാകാം എന്ന് ഉറപ്പിക്കാം. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.